എല്ലാം പൊറുക്കുന്നു സ്നേഹം, നല്ലോരിടയാ നിന്ദാനം. അറിയാതെ ഞങ്ങൾ നടന്നു, സദയം ക്ഷമിക്കേണമേ നീ. മുറിവുണക്കേണമേ നാഥാ, മനസ്സിൻ വ്യതയകറ്റേണമേ നാഥ. കർത്താവിന് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 69 22 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. അവരുടെ മേശ അവരുടെ മുമ്പിൽ കെണിയായും അവർ സുഖത്തോടിരിക്കുമ്പോൾ കുടുക്കായും തീരട്ടെ. അവരുടെ കണ്ണ് കാണാതെ വണ്ണം ഇരുണ്ടു പോകട്ടെ. അവരുടെ അര എപ്പോഴും ആടുമാറാക്കണമേ. നിന്റെ ക്രോധം അവരുടെ മേൽ പകരണമേ. നിന്റെ ഉഗ്രകോപം അവരെ വിട്ട് പിടിക്കുമാറാകട്ടെ. അവരുടെ വാസസ്ഥലം ശൂന്യമായി പോകട്ടെ. അവരുടെ കൂടാരങ്ങളിൽ ആരും പാർക്കാതിരിക്കട്ടെ. നീ ദണ്ഡിപ്പിച്ചവനെ അവർ ഉപദ്രവിക്കുന്നു. നീ മുറിവേൽപ്പിച്ചവരുടെ വേദനയെ അവർ വിവരിക്കുന്നു. അവരുടെ അകൃത്യത്തോട് അകൃത്യം കൂട്ടണമേ. നിന്റെ നീതിയെ അവർ പ്രാപിക്കരുതേ. ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അവരെ മായ്ച്ചു കളയണമേ. നീതിമാന്മാരുടെ കൂടെ അവരെ എഴുതരുതേ. നിന്ദിക്കുകയും അവമാനിക്കുകയും ചെയ്തെല്ലാം നമുക്ക് ഈ വചനഭാഗത്തെ നോക്കിയാൽ വല്ലവന് സഹതാപം തോന്നുമോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. ആർക്കും തോന്നിയില്ല. അപ്പോൾ തൊട്ടടുത്തുള്ളവരെയൊക്കെ ആയിരിക്കും നോക്കിക്കൊണ്ടിരുന്നത്, വേണ്ടപ്പെട്ടവരൊക്കെ തന്നെ ആയിരിക്കും നോക്കിക്കൊണ്ടിരുന്നത്. ആർക്കും ഒരു ദയയും തോന്നിയില്ല. ഇത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ ദൈവമക്കളെ, എത്രത്തോളം ദാവീദ് രാജാവിൻ്റെ ഹൃദയം എത്രമാത്രം ദൈവസന്നിധിയിൽ തുറന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ അഭിഷക്തൻ്റെ ഒരു പ്രാർത്ഥന. അവരുടെ മേശ അവരുടെ മുമ്പിൽ കെണിയായും അവർ സുഖത്തോടിരിക്കുമ്പോൾ കുടുക്കായും തീരട്ടെ. അവരുടെ കണ്ണ് കാണാതെ വണ്ണം ഇരുണ്ടു പോകട്ടെ. അവരുടെ അരയെ എപ്പോഴും ആടുമാറാക്കണമേ. നിന്റെ ക്രോധം അവരുടെ മേൽ പകരണമേ. നിന്റെ ഉഗ്രകോപം അവരെ പിടിക്കുമാറാകട്ടെ. അവരുടെ വാസസ്ഥലം ശൂന്യമായി പോകട്ടെ. അവരുടെ കൂടാരങ്ങളിൽ ആരും പാർക്കാതിരിക്കട്ടെ. ഒരു അഭിഷക്തന്റെ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കുവോ? യഹോവയ്ക്ക് വേണ്ടി പൂർണ്ണ മനസ്സോടെ ഇറങ്ങിയ അഭിഷേകത്തൈലം തളിക്കപ്പെട്ട് ബാല്യത്തിൽ തന്നെ യഹോവയുടെ ആത്മാവ് കൂടെ ഉണ്ടായിരിക്കെ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കുവോ? ഒരു അഭിഷക്തന്റെ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കുവോ? യഹോവയ്ക്ക് വേണ്ടി നീതിയോടെ പ്രവർത്തിക്കുന്ന അഭിഷക്തന്റെ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കുവോ? 26 വാക്യം പറയുന്നു, നീ ദണ്ഡിപ്പിച്ചവനെ അവർ ഉപദ്രവിക്കുന്നു. നീ മുറിവേൽപ്പിച്ചവരുടെ വേദനയെ അവർ വിവരിക്കുന്നു. ഇത് യഹോവ പ്രവർത്തിച്ച് യഹോവ വരുത്തിയ കഷ്ടങ്ങൾ മാത്രമാണ്. എത്രമാത്രം കർത്താവിന് വേണ്ടി നമ്മളെ സമർപ്പിച്ചതാണെങ്കിലും അറിഞ്ഞോ അറിയാതെ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങൾക്കും എല്ലാവർക്കും ശിക്ഷയുണ്ട് ദൈവമക്കളെ. ശിക്ഷ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് രക്ഷയുമുണ്ട്. ശിക്ഷിക്കുന്ന ദൈവത്തിന് രക്ഷിക്കാനും സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത്, നീ ദണ്ഡിപ്പിച്ചവനെ അവർ ഉപദ്രവിക്കുന്നു. നീ മുറിവേൽപ്പിച്ചവരുടെ വേദനയെ അവർ വിവരിക്കുന്നു. അവരുടെ അകൃത്യത്തോട് അകൃത്യം കൂട്ടണമേ. നിന്റെ നീതിയെ അവർ പ്രാപിക്കരുതെന്ന്. ഒരു ശത്രുക്കൾ പോലും വീണ് തകർന്നുടഞ്ഞു പോകുന്നത് കാണാൻ ആഗ്രഹിക്കരുതേ ദൈവമക്കളെ. തളർന്നു നിൽക്കുന്നവരെ, ബലഹീനപ്പെട്ട് നിൽക്കുന്നവരെ, നിന്ന വഹിച്ച് തളർന്നു നിൽക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ പറ്റുമെങ്കിൽ ആശ്വസിപ്പിക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. ഇല്ലെങ്കിൽ അവരുടെ പ്രാർത്ഥനയ്ക്കും ദൈവം ഉത്തരം നൽകും ദൈവമക്കളെ. കാരണം യഹോവയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചവരാ, യഹോവയ്ക്ക് വേണ്ടി നീതിയോടെ പ്രവർത്തിച്ചതാ. ആമേൻ, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ ദൈവമക്കളെ, ഇവിടെ നിന്നയും പരിഹാസങ്ങളും എല്ലാമായിട്ട് പരിഹസിച്ച് അവരെ ഇല്ലാതാക്കുന്ന ഒരു അനുഭവം. പരിഹസിക്കുന്നവർക്ക് അറിയത്തില്ലല്ലോ പരിഹാസം ഏൽക്കുന്നവൻ്റെ വേദന എത്ര വലുതാണ്. ആ വേദനയിലും ഒന്ന് പ്രാർത്ഥിച്ച ദൈവം കേൾക്കില്ലേ? കേൾക്കുമെന്ന് ദാവീദ് രാജാവിന് നന്നായിട്ടറിയാം. അതുകൊണ്ട് അദ്ദേഹം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നേ. ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അവരെ മായ്ച്ചു കളയണമേ. നീതിമാന്മാരോട് കൂടെ അവരെ എഴുതരുതേ. ശത്രുക്കൾ നശിച്ചു പോകാൻ വേണ്ടിയുള്ള ഒരു പ്രത്യേക പ്രാർത്ഥനയല്ല, പക്ഷെ അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്നും വേദനിപ്പിച്ച അനുഭവങ്ങൾ അദ്ദേഹം കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് സമർപ്പിക്കുക. ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഈ വേദനയിലായിരിക്കുന്ന എല്ലാവർക്കും സമാധാനം കൊടുത്ത് ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം കർത്താവെ, കരുണാസമ്പന്നന്റെ സ്വർഗീയ നല്ല ദൈവമേ. കർത്താവെ, വേണ്ടപ്പെട്ടവരുടെയൊക്കെ നിന്നയും പരിഹാസങ്ങളും ഒക്കെ കേട്ട് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള ഉപദ്രവങ്ങളും സഹിച്ചുകൊണ്ടും ദൈവസന്നിധി നിലനിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇരട്ടി പങ്ക് കൃപ കൊടുത്ത് നിന്റെ മക്കളെ അനുഗ്രഹിക്കണമേ. ഈ നിന്ദിക്കുന്നവരോടും പഴിക്കുന്നവരോടും ദുഷിക്കുന്നവരോടും കർത്താവെ ക്ഷമിക്കാനുള്ള മനസ്സും കൊടുത്ത് ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. യേശുവേ സ്തോത്രം. ആരൊക്കെ നിന്ദിച്ചാലും
ആരൊക്കെ പഴിച്ചാലും ദുഷിച്ചാലും വിളിച്ചവൻ വിശ്വസ്തന, വഴിക്കിട്ടിട്ട് പോകത്തില്ല. എന്നെ ഉള്ളതുപോലെ അറിയുന്നൊരു ദൈവം എൻ്റെ കൂടെയുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട്, എൻ്റെ ഉള്ളത്തെ അറിയുന്നൊരു ദൈവം എൻ്റെ കൂടെയുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി സഹിക്കാനും ക്ഷമിക്കാനും ദൈവം അവിടുന്ന് പ്രവർത്തിക്കണമേ. ദാവീദ് രാജാവ് ഇവിടെ കർത്താവെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, ആമേ സ്തോത്രം. അടിയങ്ങളെ കർത്താവെ ഈ വിഷയത്തെ സമർപ്പിക്കുമ്പോൾ ഗ്ലോറി സ്തോത്രം കർത്താവെ, ആർക്കും ഒരു ആപത്തിനോർത്തും വരാതെ എല്ലാവരെയും ദൈവം കാത്തുകൊള്ളണമേ. കർത്താവെ, നിന്ദിക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ ഇടയാക്കണമേ. പഴിച്ചവരും ദുഷിച്ചവരും എൻ്റെ കർത്താവെ അവിടുത്തെ സാന്നിധ്യം ഹല്ലേലൂയ ഈ പഴിച്ചവരിൽ കൂടി തന്നെ അനുഭവിക്കാൻ, ആരെ പഴിച്ചുവോ അവരിൽ കൂടി തന്നെ ക്രിസ്തുവിൻ്റെ സ്നേഹം അനുഭവിപ്പാൻ ദൈവം സഹായിക്കണമേ. കർത്താവെ, വ്യക്തിപരമായ പേരല്ല കർത്താവെ, സർവശക്തനായ ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകണമേ, വാഴ്ത്തപ്പെടുമാറാകണമേ. ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നിറയുവാൻ ഇടയാക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം.